അധ്യാപകർ വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ടടിക്കുകയോ ശാരീരിക ശിക്ഷ നൽകുകയോ ചെയ്യുന്നത് കുറ്റകരമല്ലെന്ന് കേരള ഹൈക്കോടതി. എന്നാൽ മർമ്മഭാഗങ്ങളിൽ ശിക്ഷിക്കുന്ന പ്രവണത ഒഴിവാക്കണം. ജസ്റ്റിസ് സി ജയചന്ദ്രന്റേതാണ് ഉത്തരവ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഏത് സാഹചര്യത്തിലാണ് ഈ ഉത്തരവ്? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? പ്രവിത, 3 അധ്യാപകർ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അടിച്ചതുമായി ബന്ധപ്പെട്ട് 3 അധ്യാപകർക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അവർ 3 പേരും ഈ എഫ്ഐആർ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ എഫ്ഐആറുകൾ റദ്ദ് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ 2 എഫ്ഐആറുകൾ ഹൈക്കോടതി റദ്ദ് ചെയ്യുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് റദ്ദ് ചെയ്യുന്ന ഘട്ടത്തിലാണ് കോടതിയുടെ ഇത്തരം നിരീക്ഷണം. അധ്യാപകർ വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ട് അടിക്കുകയോ ശാരീരിക ശിക്ഷ നൽകുന്നത് കുറ്റകരമല്ല എന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കുട്ടിയുടെ സുപ്രധാന ഭാഗത്ത് ശാരീരികമായി ശിക്ഷ ചുമറ്റുന്നതോ അതോടൊപ്പം തന്നെ സാഡിസ്റ്റിക് പ്രവണതകൾ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്നതും അംഗീകരിക്കാനാവില്ല. അത്തരക്കാർക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ JJ ആക്ട് 88 പ്രകാരമുള്ള ഒരു കാര്യം നിയമം കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യായമായും ന്യായീകരിക്കാവുന്നതുമായ പരിധിക്കുള്ളിൽ ഒരു കുട്ടിയെ അച്ചടക്കത്തോടെയും പരിഷ്കരണത്തിലൂടെയും ശിക്ഷിക്കുന്നതിനായി കുറഞ്ഞ ശിക്ഷ നൽകുന്നത് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് അത് അങ്ങനെ ഒരു കുറ്റമായി കണക്കാക്കാനാവില്ല എന്നുള്ളതാണ് JJ ആക്ടിൽ 82 പറയുന്നത്. അത് ആ ആക്ടിന്റെ സഹായത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് കോടതി കടന്നത്. അമിക്കസ് ക്യൂറി അടക്കമുള്ള ആളുകളുടെ റിപ്പോർട്ടും കോടതി പരിശോധിച്ചിരുന്നു. ജസ്റ്റിസ് സി ജയചന്ദ്രനാണ് ഈ നിരീക്ഷണം. ഒരുപക്ഷെ ഒരു നിർണായകമായ നിരീക്ഷണമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പ്രവിത. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.